കോഴിക്കോട് നാദാപുരത്ത് പുഴയിൽ മുങ്ങി മരിച്ച ഒരു കുടുംബത്തിലെ 3 പേരുടെ സംസ്കാരം ഇന്ന്. അരീക്കുണ്ട് സ്വദേശി അൻസാർ, ഭാര്യ സുഹാദ, സഹോദരന്റെ മകൾ ഇസാ മരിയം എന്നിവരാണ് മരിച്ചത്. പുളിയാവ് പുഴയിൽ അലക്കുന്നതിനായി എത്തിയതായിരുന്നു അൻസാറും കുടുംബവും. അനീഷ് ദേവസ്തി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്നലെ വൈകുന്നേരമാണ് നാദാപുരം പേരോട് ഒരു കുടുംബത്തിലെ 3 പേർ പുഴയിൽ മുങ്ങി മരിച്ചത്. അവരുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്നലെ രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. ചേട്ടാ, ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഇന്നലെ കുടുംബത്തോടൊപ്പം കുളിക്കാൻ വേണ്ടിയിട്ടും അലക്കാൻ വേണ്ടിയിട്ടും പോയതായിരുന്നു. അപ്പോൾ 2 കുട്ടികൾ വെള്ളത്തിൽ പോയി. ഒരു കുട്ടീനെ രക്ഷപ്പെടുത്തി, മറ്റേ കുട്ടീനെ രക്ഷപ്പെടുന്ന ഇടയിലാണ് അൻസാറും ഭാര്യയും മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ 3 പേരാണ് ടോട്ടൽ മരിച്ചിട്ടുള്ളത്. മരിച്ച കുട്ടി അൻസാറിൻ്റെ അനുജൻ്റെ കുട്ടിയാണ്. അൻസാറും സുഹാദയും ഭാര്യയും ഭർത്താവുമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അധികം ആഴമുള്ള ഒരു പ്രദേശമല്ല, അത് മുട്ടിനൊപ്പം വെള്ളമുള്ളൂ. അവിടെ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അവിടെ ചളി നിറഞ്ഞെന്നാണ് പറയുന്നത്. കൂടുതൽ വെള്ളങ്ങളൊന്നും പറ്റില്ല, ഒരു മരിക്കാനുള്ളൊരു സാധ്യത ഇല്ലാത്തൊരു സ്ഥലമാണ്. പക്ഷേങ്കിൽ അവിടെ പാലത്തിൻ്റെ ഫില്ലറിൻ്റെ തൊട്ട് താഴത്താണ്. ചെറിയൊരു കയം അവിടെ കാണും. പിന്നെ ചെളിയും വന്ന് അടിഞ്ഞ ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇത്തരത്തിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നത്. നാട്ടുകാർ എത്തിയിട്ടാണ്, തൊട്ടയൽവാസി അഷ്റഫ് എന്നുള്ള ഒരാൾ എത്തിയിട്ടാണ് 3 പേരെയും പുറത്തെടുത്ത് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അതാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരമാണ് അൻസാറും കുടുംബവും പുഴയിൽ തുണി അലക്കാനായി എത്തിയതായിരുന്നു. ഇതിനിടയ്ക്കാണ് അബദ്ധത്തിൽ ഇസ കയത്തിൽ അകപ്പെട്ടു പോകുന്നത്. ഉടനെ തന്നെ അൻസാറിൻ്റെ ഭാര്യ സുഹാദ ഇസയെ രക്ഷിക്കാനായി ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് സുഹാദ അപകടത്തിൽപ്പെടുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് അൻസാർ വരുന്നത്. ഇവരെ രക്ഷിക്കാനുള്ളൊരു ശ്രമത്തിലാണ് അൻസാറും ഈ അപകടത്തിൽപ്പെടുന്നത്. ഈ അൻസാറിൻ്റെ മക്കൾ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇവർ നിലവിളിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ ഓടിക്കൂടി 3 പേരെയും നാദാപുരം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ന് ഉച്ചയോടുകൂടി മൃതദേഹം വീട്ടിലെത്തിക്കും. വൈകുന്നേരം 3 മണിയോടുകൂടി മൃതദേഹം സംസ്കരിക്കുമെന്നാണ് അറിയാൻ ലഭിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.